ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വനങ്ങളും വന്യജീവികളും, അതായത് ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യത്തെ ചോദ്യം, ഭിട്ടാർകർണിക കണ്ടൽക്കാട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒറീസ. ഭിട്ടാർകർണിക കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒറീസയാണ്. അടുത്തത്, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ, അതായത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയനാമം എന്നറിയപ്പെടുന്നത് സ്ട്രോബിലാന്തസ് കുന്തിയാനസ് എന്നാണ്. സംരക്ഷണാർത്ഥം സ്ഥാപിച്ച സാങ്ച്വറി അത് കുറിഞ്ഞിമല സാങ്ച്വറി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ, അതായത് സ്ട്രോബിലാന്തസ് കുന്തിയാനസ് എന്നാണ് ശാസ്ത്രീയനാമം വരുന്നത്. സംരക്ഷണാർത്ഥം സ്ഥാപിച്ച സാങ്ച്വറിയാണ് കുറിഞ്ഞിമല സാങ്ച്വറി, ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, മഹാത്മാഗാന്ധി മറൈൻ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാറിൽ. മഹാത്മാഗാന്ധി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. അടുത്തത്, നാംദഫ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ്. നാംദഫ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അടുത്തത്, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൂണക്കടവ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം വരുന്നത് തൂണക്കടവാണ്. അടുത്തത്, മാനസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആസാം. മാനസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അടുത്തത്, മുംബൈ നഗരത്തിലുള്ള പ്രശസ്തമായ വനം ഇപ്പോൾ ദേശീയോദ്യാനമാണ്. ഏതാണത്? സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക്. മുംബൈ നഗരത്തിലുള്ള ഒരു വനമാണ് സഞ്ജയ് ഗാന്ധി. അതിപ്പോൾ ദേശീയോദ്യാനമായിട്ടാണ് കാണുന്നത്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നാണ് അതിൻ്റെ നാമകരണം ചെയ്തിരിക്കുന്നത്. അടുത്തത്, മത്തേരാൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മത്തേരാൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്തത്, ആനകൾക്ക് പ്രസിദ്ധമായ ബന്ദിപ്പൂർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ആനകൾക്ക് പ്രസിദ്ധമായ ബന്ദിപ്പൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അടുത്തത്, ഇന്ദ്രാവതി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ഇന്ദ്രാവതി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ഏത്? കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനമാണ് കർണാടക. അടുത്തത്, രാജാജി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അടുത്തത്, റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാറിൽ. റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളാണ്. അടുത്തത്, ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചതാര്? KM മുൻഷി. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ച വ്യക്തിയാണ് KM മുൻഷി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ദേശീയോദ്യാനമാണ്. അടുത്തത്, ഇന്ത്യ ഗവൺമെൻറ് കടുവകളുടെ സംരക്ഷണാർത്ഥം പ്രൊജക്റ്റ് ടൈഗർ എന്ന പദ്ധതി നടപ്പാക്കിയ വർഷം ഏത്? 1973. ഇന്ത്യ ഗവൺമെൻറ് കടുവകളുടെ സംരക്ഷണാർത്ഥം പ്രൊജക്റ്റ് ടൈഗർ എന്ന പദ്ധതി നടപ്പാക്കിയ വർഷമാണ് 1973. അടുത്തത്, ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അടുത്തത്, ഇരവികുളം വന്യജീവി സങ്കേതം നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1978. ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമാണ് 1978. അടുത്തത്, ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളെ കാണാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അടുത്തത്, ഏത് സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്നും വിളിക്കുന്നത്? ജാർഖണ്ഡ്. ഏത് സംസ്ഥാനത്തെയാണ് ജനങ്ങൾ വനാഞ്ചൽ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിനെയാണ്. അടുത്തത്, ഏത് ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് സൈലൻറ്റ് വാലി? നീലഗിരി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് സൈലൻറ്റ് വാലി. അടുത്തത്, ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിൻ്റ് കാലിമാർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. തമിഴ്നാടാണ് പോയിൻ്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കേരളത്തിലെ വനം വകുപ്പിൻ്റെ തലവൻ ആര്? പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ് ആണ്.
കേരളത്തിലെ വനം വകുപ്പിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റേഴ്സ്. അടുത്തത്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമായ ആസാമിലെ വന്യജീവി സങ്കേതം ഏത്? കാസിരംഗ വന്യജീവി സങ്കേതം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമായ ആസാമിലെ വന്യജീവി സങ്കേതമാണ് കാസിരംഗ വന്യജീവി സങ്കേതം. അടുത്തത്, വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഇരവികുളം. വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അടുത്തത്, വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അടുത്തത്, കണ്ടൽ വനത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത്. കണ്ടൽ വനത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്തത്, കാട്ടുകഴുതകൾക്ക് പ്രസിദ്ധമായ ലിറ്റിൽ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. കാട്ടുകഴുതകൾക്ക് പ്രസിദ്ധമായ ലിറ്റിൽ റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അടുത്തത്, സലീം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗോവ. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. അടുത്തത്, സലീം അലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. സംസ്ഥാനമല്ല, ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ്. സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അടുത്തത്, ഗിണ്ടി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ഗിണ്ടി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അടുത്തത്, സിംലിപാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒറീസ. സിംലിപാൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലാണ്. അടുത്തത്, സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സൈലൻറ്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അടുത്തത്, സുൽത്താൻപൂർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. സുൽത്താൻപൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. അടുത്തത്, ഗുജറാത്തിലെ സിംഹങ്ങൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏത്? ഗിർ വന്യജീവി സങ്കേതം. ഗുജറാത്തിലെ സിംഹങ്ങൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതമാണ് ഗിർ വന്യജീവി സങ്കേതം. അടുത്തത്, ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്. ഹസാരിബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അടുത്തത്, ചന്ദ്രപ്രഭ വന്യമൃഗ സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ചന്ദ്രപ്രഭ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അടുത്തത്, ചാമ്പൽ മലയണ്ണാൻ എന്ന അപൂർവ ജീവി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ അല്ലെങ്കിൽ ഗ്രിസിൽഡ് ജെയിൻറ്റ് സ്ക്വിറൽ കാണപ്പെടുന്ന എന്ന അപൂർവ ജീവി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തത്, ജൽദപാറ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാൾ. ജൽദപാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അടുത്തത്, പെരിയാർ വന്യമൃഗ സങ്കേതം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിൽ. പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അടുത്തത്, പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത്, വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഒറീസയിലെ വന്യജീവി സങ്കേതം ഏത്? നന്ദൻകാനൻ. വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഒറീസയിലെ വന്യജീവി സങ്കേതമാണ് നന്ദൻകാനൻ വന്യജീവി സങ്കേതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് PSL ചോദിക്കാൻ ചാൻസുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.